ചിലതില്ല പടത്തില്. എല്ലാവരും ഇല്ലാത്തതിനെ പറ്റിയാ പറയുന്നത്. എന്നാ പിന്നെ കുറച്ചുള്ള കാര്യങ്ങളെ പറ്റി പറയാം. ഇപ്പം ഇൻസ്റ്റാഗ്രാം റീല് കൊടുമ്പിരി കണ്ടോണ്ടിരിക്കുന്ന സമയമാണല്ലോ. ഒരു 30 സെക്കൻഡ് റീല് നമ്മൾ കാണണമെങ്കിൽ അതിന്റെ ആദ്യത്തെ 5 സെക്കൻഡ് എങ്കിലും എൻഗേജിങ് ആയിരിക്കണം, അല്ലെങ്കിൽ അപ്പോഴേ നമ്മൾ തോണ്ടി വിടും. അപ്പൊ അങ്ങനെയുള്ളൊരു സമയത്ത് ഒരു 3.25 മണിക്കൂർ പടം എൻഗേജിങ് ആയിട്ട് തോന്നണമെങ്കിൽ അതിൽ എന്തൊക്കെയോ കാരണങ്ങളുള്ളതുകൊണ്ടാണല്ലോ. അതാണ് എന്റർടൈൻമെന്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ഒരു എൻഗേജിങ് ആയിട്ടുള്ള ഫാക്ടർ പടത്തിലുണ്ട്. പടം കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേനും ചേട്ടനോട് ഇങ്ങനെ ചോദിച്ചു, കണ്ടിരിക്കാലടാ? കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. പടം കണ്ടിരിക്കാനുള്ള സാധനങ്ങളുണ്ട്. അപ്പം ഇതിനകത്ത് ഓരോ സീൻസിൽ എൻഗേജ് ചെയ്തിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഫാക്ടർ പടത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അതാണ് ഈ പടത്തിലുള്ളത്. ഇതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ എന്നാ ചോദിച്ചാൽ നല്ലൊരു കഥയില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച ഒരു ശിഖാവത്തിനെ ഒന്നും ഇതിനകത്ത് കാണാൻ പറ്റിയില്ല. ഒരു വേസ്റ്റ് ക്യാരക്ടർ. ശരിക്കും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ശിഖാവത്തിന് ഇതിനകത്ത് ഇല്ല. തേർഡ് പാർട്ടിന് വേണ്ടി ഏച്ചു കെട്ടിയുള്ള ഒരു കഥ. രശ്മിക അക്കയുടെ വക സൈഡിൽ കൂടെ വെറുപ്പീര് അഭിനയം. അത് ഫസ്റ്റിലും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അതിൻ്റെ അകത്ത് വലിയ പുതുമയൊന്നുമില്ല. എന്താണ് പുഷ്പ 1? അതിന്റെ ഒരു കുറഞ്ഞൊരു കഥയിൽ കുറച്ച് പോരായ്മയുള്ളൊരു വേർഷനാണ് പുഷ്പ 2. പക്ഷെ മാസ് എലമെന്റ്സും തിയേറ്റർ എക്സ്പീരിയൻസും സംഭവങ്ങളെല്ലാം ഉള്ള ഒരു സിനിമയാണ് പുഷ്പ 2. ശ്യാം എന്ന ചെറുപ്പക്കാരന്റെ അസ്ഥികൂടം കണ്ടുപിടിച്ചാലേ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടൂ എന്നുണ്ടെങ്കിൽ പോകാതിരിക്കുക. ദൃശ്യം 2 പോലെ ഒരു സിനിമ അല്ലെങ്കിൽ കഥ വെച്ച് മാത്രം നിങ്ങൾക്ക് ഒരു പടം എൻഗേജ് ചെയ്യാൻ പറ്റൂ എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ഒഴിവായി നിൽക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ പറയട്ടെ, 2 അടിച്ചിട്ട് കമ്പനിക്കാരുമായിട്ട് പോയിരുന്ന് കാണണം വെറുതെ. ചുമ്മാ ഓളാക്കി വെച്ച് ഇറങ്ങി വരാം. അങ്ങനത്തെ ഒരു പടമായിട്ട് തോന്നി. 3.25 മണിക്കൂർ എനിക്ക് ടോട്ടൽ വെർത്തായിരുന്നു. പടം എൻഗേജ് ചെയ്തിരുന്നു. അങ്ങനെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റാതെ പോയ പടമാണ് ഗംഗുവ. അതിൻ്റെ അകത്ത് കഥയില്ല, എൻഗേജ്മെന്റ് ഫാക്ടറും ഇല്ല, എന്റർടൈൻമെന്റും ഇല്ല. പടം കാർച്ചയും കൂച്ചയായിട്ട് പടം ഒരു വഴിക്കൂടെ പോയപ്പോഴത്തേനും നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് വെന്തുരുകയാണ്. അതല്ല, പുഷ്പയ്ക്കകത്ത് വരുമ്പോഴത്തേനും ഉണ്ട് ആന്റി ഗ്രാവിറ്റി ലീഡിയും ഉണ്ട്. ഫസ്റ്റിലും ഉണ്ടായിരുന്നു, സെക്കൻഡിലും ഉണ്ട്. ഫസ്റ്റിലുണ്ടായിരുന്നപ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു. എന്തുകൊണ്ടായിരുന്നു? നല്ല കഥ ഉണ്ടായിരുന്നപ്പോഴത്തേനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി. സെക്കൻഡിൽ വന്നപ്പോഴത്തേനും കഥ കുറച്ച് ബോറായി പോയി. എങ്കിലും എനിക്ക് ടോട്ടലി ഇഷ്ടപ്പെട്ടു. എനിക്ക് കിട്ടി, എൻഗേജ്മെന്റ് ഫാക്ടർ ആയിട്ടുള്ള സാധനം കിട്ടി. ഞാനിപ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പോഴും ഈ പടം 500 കോടി കളക്ട് ചെയ്ത് ബാക്കി ഓടിക്കൊണ്ടിരിക്കുക. ഇതിനെനിക്ക് പ്രൊമോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് കിട്ടിയ ഒരു തിയേറ്റർ എക്സ്പീരിയൻസിനെ പറ്റിയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ചുമ്മാ പോയിരുന്ന് ഒരു 3 മണിക്കൂർ കളയാൻ വേണ്ടിയല്ല, നമുക്ക് എൻജോയ് ചെയ്ത് തിരിച്ചു വരാം. ഈ പ്രകൃതിയെ കണ്ട് മടുത്തില്ലേടേ? മടുത്തെങ്കിൽ പോയി കാണും. ഇങ്ങനെയുള്ള പടമൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. അല്ലാത്തവർ പോയി കണ്ടിട്ട് ഇനി എന്നെ തെറി പറയണ്ട. നല്ലൊരു മസാല ആക്ഷൻ എന്റർടൈൻമെന്റ് മൂവിയാണ് പുഷ്പ 2. അപ്പം ബൈ.